ഇപ്പോൾ ട്രെൻഡിങ്ങിലായ ഇഫ ചിക്കനാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി 2 പീസ് ചിക്കനാണ് എടുത്തിരുന്നത്. ഇത് നന്നായിട്ട് അടിച്ച് പരത്തിയതിന് ശേഷം ഇതുപോലെ വരയിടണം. അതിലോട്ട് തൈര്, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങനീര് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യണേ. എന്നിട്ട് അതിനുശേഷം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം എന്നാണ്. അതിനുശേഷം എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ബട്ടറിൽ 2 പീസ് ഞാൻ പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്നുകൂടെ സോഫ്റ്റ് കിട്ടണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. നല്ല സ്മെല്ലാണ് ബട്ടറിൽ ചിക്കൻ ഫ്രൈ ചെയ്താൽ. ഇതുപോലെ ചട്ടം വെച്ചൊന്ന് ഉടച്ചും കൊടുക്കാം കേട്ടോ, എന്നാലും സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇനി നമുക്ക് അതിനോട്ടുള്ള സോസ് റെഡിയാക്കാം. 2 സ്ലൈസ് ചീസും അതുപോലെ മയോണൈസും ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ സോസ് റെഡിയാക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഒന്ന് വെന്ത് വന്നാൽ അതിലോട്ട് ഇതുപോലെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ സോസ് ഒഴിക്കേണ്ടത്. സോസ് ചിക്കനിൽ മൊത്തം കവർ ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് 2 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇഫ ചിക്കൻ റെഡിയാണ്, നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ അതിന് സൈഡായിട്ട് നമ്മുടെ ചപ്പാത്തിയാണ് മേടിച്ചത്, പാക്കറ്റ് ചപ്പാത്തി. അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അതിനുശേഷം നമ്മുടെ ഇഫ ചിക്കൻ പതുക്കെ നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി താഴെ വെച്ചിട്ട് മുകളിൽ നമ്മുടെ ഇഫ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിലൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ വെയിറ്റിങ്ങിലാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഉണ്ടാക്കണം മനസ്സിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു ടേസ്റ്റ് നമ്മുടെ എൻ്റെ നാവിൽ വന്നിട്ടില്ല. കാരണം അത്ര ടേസ്റ്റ് ആയിരുന്ന അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല മക്കൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവരും വെയിറ്റിങ്ങിലായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് എപ്പോൾ ഉണ്ടാക്കി തീരുന്നു വെയിറ്റ് ചെയ്ത് ഇരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.